मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എന്റെ പൊന്ന് പോകട്ടെ, ഞാൻ ഇവിടെയാ ഉള്ളത്. പിന്നെ നീ എന്തിനാ അകത്തോട്ട് പോയേ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നത്. ഞാൻ അകത്തേക്ക് കയറുന്ന സമയത്താണ് നീ ഷട്ടർ ക്ലോസ് ചെയ്തത്. അല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ എന്റെ കഥ തീരുമായിരുന്നു. സോറി ബായ്, തത്തകളുടെ മീറ്റിംഗ് ഉണ്ടല്ലോ, അതിന് പുറപ്പെട്ടതാ. നീയും തത്തമ്മ തന്നല്ലോ, നീ ഒന്ന് വാ. നീ പറയുന്നത് കൊണ്ട് ഞാൻ വരാം. ശരി, മീറ്റിംഗ് എവിടെയാണ്? അടുത്തൊരു ആൽമരല്ലേ, അവിടെ തന്നെയാണ്. ആ പിന്നെ നമുക്ക് പറന്നു പോകാമോ അതോ ഈ ഡോഗി സ്റ്റൈലിൽ പോകാമോ? ആ പിന്നെ എന്തൊക്കെയുണ്ട്? എന്തിനെ കുറിച്ചുള്ള മീറ്റിംഗ് ആണ്? തെരഞ്ഞെടുപ്പ് വല്ലതും നിൽക്കുന്നുണ്ടോ? മോനെ, വലിയ പ്രശ്നമാ ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ മരത്തിന്റെ മുകളിലാ താമസിച്ചിരുന്നത്. ഇപ്പൊ ഓരോന്നായിട്ട് എല്ലാ മരത്തിനെയും മുറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാറിയിരുന്ന സ്ഥലത്ത് ഇപ്പൊ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളൊക്കെ വലിയ ആൾക്കാരാ, പക്ഷെ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ച് ദിവസത്തിനുള്ളില് ഈ മരത്തിനെ അവര് മുറിച്ച് കളയാൻ പോവുകയാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്നതൊക്കെ ശരി തന്നെയാ. മരം മുറിക്കുന്നതിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താൻ പറ്റും? നീ മനുഷ്യരോടൊപ്പമല്ലേ ജീവിക്കുന്നത്? എന്തെങ്കിലും ഒരു സഹായം ചെയ്യേ. നിങ്ങൾ വെറുതെ ടെൻഷൻ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. എടാ, നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ആലോചിക്കാനേ, മിനിസ്റ്ററിന്റെ അളിയനുണ്ടല്ലോ, അയാൾ എന്നും എന്റെ ജിമ്മിലേക്കാ വരുന്നത്. കാട്കർ മേഡത്തിനോട് ഞാൻ പറയാം. അവർ സമൂഹ സേവനമൊക്കെ ചെയ്യുന്നുണ്ട്. മോനെ, ഞങ്ങള് മന്ത്രിമാരോടും എൻജിഒസിനോടും എല്ലാം സംസാരിച്ചു നോക്കിയതാ. അവര് പറയുന്നത് വികസനം വരുമ്പോ എല്ലാരും അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. മുത്തച്ഛോ, വെറുതെ ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ. പോപ്പട്ടെ, നീ എത്തിയോ? ഇല്ല, ഞാൻ ഇപ്പോഴും വഴിയിൽ തന്നെയാണ്. സംശയമുണ്ടോ? വഴിയിലാണെങ്കിൽ പിന്നെ എങ്ങനെയാ നിന്നെ എവിടെ കാണാൻ പറ്റുന്നേ? അടേ, ഒന്നാമത് ഇവിടെ എല്ലാവർക്കും തലയ്ക്ക് ചൂട് പിടിച്ചിരിക്കുക. വെറുതെ വല്ല കടുങ്ങയും ജയിപ്പിക്കരുത്. എന്തു പറ്റി? എന്താ നിങ്ങൾ രണ്ടുപേരുടെയും മുഖം മാറിയിരിക്കുന്നത്? സോർദാറെ, നീ വെറുതെ എങ്ങനെ ഓരോന്ന് പറയരുത്. അവരുടെ മുഖം പണ്ടേ ഇങ്ങനെ തന്നെയാണല്ലോ, പിന്നെ എങ്ങനെയാ മാറുന്നേ? എന്താ പറ്റിയേ? ഞങ്ങളെ ബന്ധുക്കളായ ചില തത്തമ്മകളുണ്ട്. അവരെല്ലാം താമസിക്കുന്നത് മരത്തിന്റെ മുകളിലാണ്. മനുഷ്യർ വികസനത്തിന് വേണ്ടി മരങ്ങളെല്ലാം മുറിക്കുകയാണ്. ഇപ്പോഴവർക്ക് താമസിക്കാൻ മരങ്ങളില്ല. എല്ലാം ശരിയാകും. നീ എന്തെങ്കിലും ഒന്ന് കഴിക്കേ. വേണ്ട, എനിക്ക് ആഹാരമൊന്നും വേണ്ട. നീ സത്യാഗ്രഹം ഇരിക്കാൻ പോവാണല്ലേ? കേട്ടോളൂ, പോപ്പട്ട അവന്റെ കൂട്ടുകാർക്കായി സത്യാഗ്രഹം ഇരിക്കാൻ പോവാ. ഇത് നല്ല ഐഡിയ തന്നെയാണ്. സംശയമുണ്ടോ? ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണ്, അതും ആ മരത്തിന്റെ ചുവട്ടിൽ തന്നെ. കൊള്ളാം, എന്തായാലും ഈ ഐഡിയ കലക്കി. സ്വാതന്ത്ര്യ സമരത്തിൽ ഇതൊരു നല്ല ആയുധമായിരുന്നു. ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പോയി ഇരുന്നാ മതി. ഉടൻ തന്നെ മന്ത്രിമാര് വരും, പ്രശ്നം തീർത്തു തരും. പോപട്ടെ, ഞാൻ നിന്റെ കൂടെ ഉണ്ടറാ. ഞങ്ങൾ നിന്റെ ഒപ്പം തന്നെ ഉണ്ട്. നീ എന്തായാലും ചെയ്യുന്നത് അടിപൊളി സംഭവം തന്നെയാ. മാഡം തീർച്ചയായും സന്തോഷിക്കും. അതെ, നിനക്ക് തരുന്ന ആഹാരത്തിന്റെ പൈസ മിച്ചാവല്ലോ. ഇവിടെ നിന്റെ തലയ്ക്കകത്ത് ഒരു അല്പം പോലും ബോധമില്ലേ? അവർ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്യുന്നേ. പോപ്പട്ട അവന്റെ കൂട്ടുകാർക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. അതെ ഭായ്, പോപ്പട്ടിന് വേണ്ടി മീഡിയ കൊണ്ടുപോവാ. സാർ, എന്റെ ചോദ്യം പറയൂ സാർ. ഒരു മിനിറ്റ് സാർ, പറയൂ. കല്യാണ സദ്യയിൽ പായസം വിളമ്പുമ്പോൾ കൈനീട്ടുകയും അരുത്. സത്യാഗ്രഹം ഇരിക്കുന്നവരെ അഭിനന്ദിക്കാൻ മറക്കുകയും അരുത്. കൈയടിക്കുക. കണ്ടോ, എന്റെ കവിത ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സാർ, ഇവര് കൈയടിക്കുന്നത് പോപ്പട്ടിന് വേണ്ടിയാണ്.
അയ്യോ അയ്യോ പോപ്പട്ട് സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് ഡാൻസ് കളിച്ചാലോ? ഇവിടെ സന്തോഷമല്ല, അവന് വിശക്കുന്നതാ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അവനിപ്പോ പറക്കാൻ വേണ്ടി ചിറക് പോലെ അടിക്കാൻ കഴിയുന്നില്ല. അതെ, അവൻ ചിറകടിക്കുന്നത് മറന്നുപോയെന്ന് തോന്നുന്നു. അവൻ എന്തെങ്കിലും കഴിക്കാനുള്ള ഏർപ്പാട് ചെയ്യണം. അല്ല എന്താ ഇത്? എടാ പോപ്പട്ട് എന്ത് വലിയ ത്യാഗമായി ചെയ്യുന്നത്. ആ ത്യാഗം നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ? പക്ഷെ സർ, ഇങ്ങനെ പോയാൽ പോപ്പന്റെ ജീവന് തന്നെ ആപത്താകും. എന്റെ ഭായേ, ഒന്നും സംഭവിക്കില്ല. മുകളിലിരിക്കുന്നവൻ എപ്പോഴും ഇവന്റെ കൂടെ തന്നെയാ. പോപ്പട്ടെ, മുകളിലിരിക്കുന്ന ആൾ എപ്പോഴും നിന്റെ കൂടെ തന്നെയാടാ. അതെ, ഇങ്ങനെയൊന്നും കഴിക്കാതിരുന്നാ കുറച്ചു നേരം കഴിഞ്ഞാലുണ്ടല്ലോ ഇവന് മുകളിലേക്ക് പോകാനുള്ള വിസ കിട്ടും. എടാ മര്യാദക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ എന്റെ കൈ മെനക്കെടുത്തിട്ട് ഇവര് പറഞ്ഞേക്കാം. അതെ, നമ്മുടെ പോപ്പട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അതെ, നമ്മുടെ കൂട്ടുകാരനെ നമ്മളിങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല. വാ, നമ്മുടെ നേതാവിന്റെ വീട്ടിൽ പോയി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ആരാ നിങ്ങള്? അല്ല, അകത്തേക്ക് എങ്ങനെയാ വന്നത്? സർ, എന്റെ പേര് ജോർദാർന്ന. ഞങ്ങൾ പോപ്പട്ടിന്റെ കൂട്ടുകാരാ. പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പോപ്പട്ടിന് കുറെ തത്തമ്മ കൂട്ടുകാരുണ്ട്. ഇവിടെയുള്ള മരങ്ങളെല്ലാം മുറിക്കുന്നത് കൊണ്ട് അവർക്കൊക്കെ വലിയ പ്രശ്നമായിരിക്കുകയാണ്. അവർക്കിപ്പോൾ ജീവിക്കാനുള്ള സ്ഥലവും ഇല്ലാതായി. ഈ കാരണത്തിന് വേണ്ടി ഞങ്ങളുടെ പൊപ്പട്ട് സത്യാഗ്രഹം ഇരിക്കുക. അവന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നത് വരെ അവൻ സത്യാഗ്രഹം തുടരും. അല്ല, നിങ്ങളുടെ ആവശ്യം എന്താണ്? ഇനി ഞാൻ പോയി സത്യാഗ്രഹം ഇരിക്കണോ? ഇല്ല, പോപ്പട്ടിന്റെ സത്യാഗ്രഹം അവസാനിപ്പിച്ചു തന്നാ മതി. അത് ശരി. അപ്പൊ ഞാൻ ജ്യൂസ് കൊണ്ടുവന്ന ആ തത്തമ്മയ്ക്ക് കൊടുക്കണം അല്ലേ? ഇത് അങ്ങേക്കും പ്രയോജനപ്പെടും. അതെ, നന്നായിട്ട് ജ്യൂസ് ഉണ്ടാക്കി പഠിച്ചാൽ നാളെ ഒരു കട തുടങ്ങി ജീവിക്കാലോ. പ്രജകളുടെ ജീവന് സുരക്ഷ നൽകേണ്ടത് ഒരു നേതാവിന്റെ കടമയാണ്. പ്രജകളുടെ അല്ല കൊച്ചളിയ, പോപ്പട്ടിന്റെ. ഇവിടെ അവനും പ്രജ തന്നെയാണ്. തത്തമ്മയല്ലേ? ആ, ഞാൻ പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് മന്ത്രിയായത്. മന്ത്രി സാറേ, പോപ്പട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം അങ്ങേറ്റെടുക്കേണ്ടി വരും. നിങ്ങളുടെ ഭരണത്തിലാണ് ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നത്. സാറേ, പ്രതിപക്ഷം ഈ കാര്യം അറിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മുതലെടുക്കും. മാത്രമല്ല, ഈ സംഭവത്തെ വെച്ചുകൊണ്ട് അവർ മന്ത്രിസഭയെ തന്നെ ചിലപ്പോ മൂട്ടിലാക്കും. ഇല്ല ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. എവിടെയുണ്ട് നമ്മളുടെ പോപ്പട്ട്? വാ, വേഗം വാ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കൂ. മരങ്ങളൊന്നും മുറിക്കരുത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കൂ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കൂ. മരങ്ങളൊന്നും മുറിക്കരുത്. മരങ്ങൾ മുറിക്കാൻ പാടില്ല. മരങ്ങൾ മുറിക്കാൻ പാടില്ല. ഞങ്ങളുടെ കാര്യങ്ങൾ അംഗീകരിക്കൂ. ഞങ്ങളുടെ കാര്യങ്ങൾ അംഗീകരിക്കൂ. മരങ്ങൾ മുറിക്കാൻ പാടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കൂ. മരത്തിന് മുറിക്കാൻ പാടില്ല. എല്ലാരും ഒന്ന് സമാധാനിക്കൂ. ഞാൻ നിങ്ങളുടെ ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ പോപ്പട്ടിന്റെ ആവശ്യം പൂർത്തീകരിക്കാം. കുടിക്കണം പോപ്പട്ട് സാറേ, ജ്യൂസ് കുടിക്കണം. മരങ്ങൾ മുറിക്കുന്നത് അവസാനിപ്പിക്കുന്നത് വരെ ഞാനൊന്നും കഴിക്കുകയുമില്ല, കുടിക്കുകയുമില്ല. ഇനി നിങ്ങൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ മരം മുറിക്കുന്നതിനെതിരായി ഒരു ബില്ല് പാസ്സാക്കുന്നുണ്ട്. ഇനി ഈ സിറ്റിയിൽ ആർക്കും മരം മുറിക്കാനുള്ള അനുവാദവും നൽകുന്നില്ല. ശരി, ഇനി ജ്യൂസ് കുടിക്ക്. ഭായ്, ധൈര്യമായിട്ടൊക്കെ കുടിക്കേ. മന്ത്രി തന്നെ മീഡിയയുടെ മുന്നിൽ വാക്ക് തന്നിരിക്കുകയല്ലേ. എടാ, എന്തേലും ഒന്ന് കഴിക്കാത്ത? വിശപ്പ് കൊണ്ട് ഞാനിപ്പോ തട്ടിപ്പോവൂടെ. അതിലെന്തെങ്കിലും സംശയമുണ്ടോ?
ഓയ്, യാ, യാ, ഓയ്, ഓയ്, ഓയ്. പോപ്പട്ടെ വേഗം കഴിക്ക്, ഒരുപാട് പണിയുണ്ട്. നീ പതുക്കെ കഴിച്ചാ മതി. പാവ 2 ദിവസമായിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഓയ്. അല്ല കാര്യം എന്താന്ന് വെച്ചാ പറയേ. അതെന്താണെന്ന് വെച്ചാലേ നമ്മുടെ ഈ സിറ്റിക്കകത്തുണ്ടല്ലോ പുക ഒരുപാട് കൂടുതലാ. അടിച്ചു പൊളിച്ചു തിമിർത്തോ. ഞാൻ എന്താടാ പറന്ന് കാറ്റിലുള്ള പുകയും ക്ലീൻ ചെയ്യണോ? അല്ല, ഇതിനെതിരെ നീ ഒന്ന് സത്യാഗ്രഹം ഇരിക്കണം, അത്രേ ഉള്ളൂ. സത്യാഗ്രഹോ? ഇല്ല, സത്യാഗ്രഹം വേണ്ട, സത്യാഗ്രഹം മാത്രം വേണ്ട.